ഹായ് ഫ്രണ്ട്സ്, പല്ലവിയാണ്. അപ്പം പ്രിൻസസ് കട്ടിൻ ഇട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എങ്ങനെയുണ്ട് ഫിറ്റിംഗ് എന്ന്. അപ്പോൾ ഒത്തിരി കൂട്ടുകാർ എൻ്റെ അടുത്ത് പറഞ്ഞു, പല്ലവി ഇതിൻ്റെ പാറ്റേൺ കട്ടിങ് ചെയ്ത് എങ്ങനെയാണെന്നൂടെ ഒന്ന് അപ്ലോഡ് ചെയ്യണമെന്ന്. അപ്പം പാറ്റേൺ എങ്ങനെയാണ് പേപ്പറിൽ റെഡിയാക്കി എടുക്കേണ്ടതെന്നാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഷോൾഡർ എത്രയാണ് അതിന് നേരെ ഹാഫായിട്ട് ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ കയ്യിൽ ചാറ്റ് പേപ്പർ ഫിനിഷായി പോയി. അപ്പം ഞാൻ പേപ്പറിലാണ് കട്ട് ചെയ്യുന്നത്. പേപ്പറിൽ കാണാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ വോയിസ് മെസ്സേജ് ഇടുക. എത്രയാണ് ഷോൾഡർ കൊടുത്തത് അത്ര തന്നെയാണ് ഇവിടെ ഡൗൺ ചെയ്യുന്നത്. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID വന്നിട്ട് പല്ലവി നായർ 01 എന്നാണ്. വോയിസ് മെസ്സേജ് ഇട്ടാൽ എനിക്കും കൂടെ എളുപ്പം നിങ്ങൾക്ക് റിപ്ലൈ തരാൻ പറ്റും. അപ്പോൾ തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടി കാണാൻ പറ്റിയെന്നില്ല, എന്തെങ്കിലും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് വോയിസ് മെസ്സേജ് ഇട്ടാൽ മതിയാവും. അപ്പോൾ എത്രയാണ് ഷോൾഡർ അതിന് നേരെ 1/4 ചെയ്യാം. നേരെ അതിനെ 1/4 ചെയ്ത് ഇവിടെ മാർക്ക് ചെയ്യാം. എപ്പോഴാണ് ബ്ലൗസിൽ നിന്ന് എടുത്ത അളവാണെന്നുണ്ടെങ്കിൽ, ബോഡിയിൽ നിന്ന് എടുത്താണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ഒരു 3 ഇഞ്ചും കൂടെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ ടോട്ടലിനെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു ഭാഗം ഇവിടെ നമുക്ക് ഇവിടെ 1/4 ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ലൈൻ നമുക്ക് സ്ട്രേറ്റ് ലൈനാക്കി വരച്ചിട്ട് ഇവിടെ നമുക്ക് ആം ഹോൾ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കാം. ബാക്കിൽ ഡീപ്പ് നെക്ക് ആയതുകൊണ്ട്, ഡീപ്പ് കുറവായ നെക്ക് ആയതുകൊണ്ട് ചെറുങ്ങനെ ഇങ്ങനെ ഒന്ന് കർവ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഓക്കെ, അധികം കുഴിച്ച് വെട്ടരുത്, ബാക്ക് ടൈറ്റായിട്ട് വരും. 3/4 ഇഞ്ചിൻ്റെ ഒരു കർവാണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ബാക്കും ഫ്രണ്ടും ഒരുമിച്ചാണ് പാറ്റേൺ കട്ട് ചെയ്യുമ്പോൾ ഒരേ പേപ്പറിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എത്രയാണ് നിങ്ങൾക്ക് ലെങ്ത്ത് വേണ്ടത് അതിൻ്റെ അകത്ത് 1 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ബാക്ക് പാർട്ടിൻ്റെ കണക്കാണ് പറയുന്നത്. ഫ്രണ്ട് പാർട്ട് നമ്മൾ ഫാബ്രിക്കിൽ കട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ 15 ഇഞ്ച് റെഡി വേണമെന്നുണ്ടെങ്കിൽ 16 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തോളൂ ഒരു ഫാബ്രിക്ക്. പാറ്റേൺ കട്ടിങ് ചെയ്യുന്നതുകൊണ്ട് എന്താണ് ലാഭം എന്ന് വെച്ചാൽ നമുക്ക് ഫാബ്രിക്ക്, നമ്മളെ മെയിൻ ഫാബ്രിക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും. ഇല്ലെങ്കിൽ നമുക്ക് ഫാബ്രിക്ക് ഷോർട്ടായി പോകും നമ്മൾ അവിടെ ഇവിടെ നിന്നൊക്കെ വെട്ടിക്കളയുമ്പോൾ. അതുകൊണ്ടാണ് പാറ്റേൺ കട്ട് ചെയ്യാൻ പറയുന്നത് പ്രിൻസസ് കട്ടിന്. അതുപോലെ തന്നെ ബെൽറ്റ് ബ്ലൗസ് ആണെന്നുണ്ടെങ്കിലും പ്രിഫർ ചെയ്യുന്നുണ്ട് ഞാൻ. പേപ്പർ കട്ടിങ് തന്നെ ചെയ്യാം. ഞാൻ എൻ്റെ അടുത്ത് പഠിക്കുന്ന കൂട്ടുകാരുടെ അടുത്തൊക്കെ ഇങ്ങനെ തന്നെ പറയണത്. അവരങ്ങനെ തന്നെയാണ് തയ്ച്ച് നല്ല നീറ്റായിട്ട് പഠിച്ചെടുക്കുന്നത്. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്രയാണ് വെസ്റ്റ് ലൈൻ അത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നിങ്ങളത് എത്രയാണ് അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു ഭാഗം ഇവിടെ കൊടുക്കാം. എന്നിട്ട് ഇപ്പം ഞാൻ ഹൈ നെക്ക് ഒരു കാറ്റഗറിയിൽ വരുന്ന ബ്ലൗസാണ് തയ്ക്കുന്നത്. 5 ഇഞ്ചാണ് എൻ്റെ ബാക്ക് നെക്ക് ഡെപ്ത്ത്. അപ്പോൾ അവിടെ ഞാൻ 1 ഇഞ്ചിൻ്റെ ഡാട്ട് പിടിക്കുന്നുണ്ട് താഴെ. നിങ്ങൾക്കും ബാക്ക് നെക്ക് കുറവാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഡാട്ട് പിടിച്ചു കൊടുക്കാം. നമ്മളെ ഫിറ്റിംഗ് നന്നായിരിക്കും ബ്ലൗസിന്. സൈഡിൽ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന 3 ഇഞ്ചിൻ്റെ എക്സ്ട്രാ ഫാബ്രിക്കാണ് ഇത് കേട്ടോ. അത് നമുക്ക് പ്രിൻസസ് കട്ടിനും കൂടെ പാറ്റേണിന് വേണം. അതുകൊണ്ട് 3 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. 2 ഫാബ്രിക്കിൻ്റെ ആദ്യം നമുക്ക് ബോഡി ഷേപ്പ് ചെയ്തെടുത്ത് അതിൻ്റെ അത് നമുക്ക് മാറ്റങ്ങൾ ചെയ്തെടുക്കാവുന്നതാണ്, ബാക്കും ഫ്രണ്ടും കൂടെ. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു 1/4 ഇഞ്ച് ഇല്ലെങ്കിൽ ഒരു 3/4 ഇഞ്ച് നിങ്ങൾ എങ്ങനെയാണ് സൈസ് അതിൻ്റെ ആക്കണമെങ്കിൽ. ഇപ്പോൾ ഞാനിവിടെ 1/2 ഇഞ്ചാണ് കൊടുക്കുന്നത്. 1/2 ഇഞ്ചിൻ്റെ ഒരു ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുകയാണ്. ഹൈനെക്ക് ആയതുകൊണ്ടാണ് കൊടുക്കുന്നത്. ഷോൾഡറിൻ്റെ സൈഡിലോട്ട്. ഡീപ്പ് നെക്ക് ആണെന്നുണ്ടെങ്കിൽ നെക്കിൻ്റെ സൈഡിലോട്ടായിരിക്കും സ്ലോപ്പ് വരുന്നത്. 2.75 ഇഞ്ചസ് ഇല്ലെങ്കിൽ 3.5 ഇഞ്ചസ് വരെ നമുക്ക് നെക്ക് കട്ട് ചെയ്യാവുന്നതാണ്. ഷോൾഡർ നേരെ ഹാഫ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാറ്റഗറിയിൽ വരുന്ന ഇതിൻ്റെ നെക്ക് വിടുത്ത് നമുക്ക് 3.5 ഇഞ്ചസ് വരെ കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ എനിക്ക് എങ്ങനെയാണ് ഓക്കെ ആവുന്നത് അതാണ് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്തത്. നിങ്ങൾക്ക് 3.5 ഇഞ്ച് വരെ ഇതിൽ കൊടുക്കാവുന്നതാണ്. ഫുള്ള് ഷോൾഡർ എടുത്തിട്ടുണ്ടെങ്കിൽ 3.5 ഇഞ്ചിൻ്റെ നെക്കൊക്കെ കൊടുത്താലും ഷോൾഡർ ഇറങ്ങിയൊന്നും വീഴില്ല. ഓക്കെ, അപ്പോൾ ഈ നെക്ക് ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. ഈ പാറ്റേൺ നമുക്ക് അതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ടാകുമ്പോൾ നമുക്ക് ബാക്കും ഫ്രണ്ടിൽ വരുന്ന കറക്ഷൻ കൂടെ നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. തയ്ക്കാൻ പഠിക്കുന്ന കൂട്ടുകാർ ആരെങ്കിലാണ് ഇന്ന് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ വിസിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് പഠിക്കുമ്പോൾ വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ മുകളിലാണ് ഞാൻ കുട്ടി വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാറ്. സോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഒന്ന് ചാനൽ വിസിറ്റ് ചെയ്ത് കാണാം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടാം, ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട്. അപ്പം എങ്ങനെയാണ് ഞാൻ ഇങ്ങനെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ക്ലാസ്സസ് എടുക്കാറുണ്ട്. ക്ലാസ്സസ് എടുക്കുമ്പോൾ കൂട്ടുകാർ എൻ്റെ അടുത്ത് കൂടുതൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ മുകളിലാണ് ഞാൻ വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിടുന്നത്. അതാണ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ എല്ലാവർക്കും വരുന്ന കോമൺ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ വീഡിയോ ആയിട്ട് ഉണ്ടാക്കുന്നത്. അതാണ് നിങ്ങൾക്ക് അത് നല്ല ഇഷ്ടപ്പെടുന്നത്. 2 ദിവസം മുൻപേ ഞാൻ ബ്ലൗസ് തയ്ച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വേറെ എഴുതിയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ലോങ് വീഡിയോയിലും ഞാൻ കാണിച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട് അതിൻ്റെ ഫിനിഷിംഗ് എന്നൊക്കെ. അപ്പോഴാണ് പാറ്റേൺ കട്ടിങ് വേണം എന്നുള്ള ഒത്തിരി കമൻറ്റ് വന്നത്. 8 ഇഞ്ചാണ് എനിക്ക് ആം റൗണ്ട് വേണ്ടത്. കിട്ടുന്നുണ്ടോ നോക്കാം. 8 ഇഞ്ച് നമുക്ക് ആം ഹോൾ കിട്ടുന്നുണ്ട്. കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ വര കുറച്ച് താത്ത് വരയ്ക്കാം. അത് കൂടുതലായി പോയിട്ടുണ്ടെങ്കിൽ ഈ വര ഒന്ന് മുകളിലോട്ട് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് ആം റൗണ്ടൊക്കെ അളന്നെടുക്കേണ്ടത്. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോയും ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ഫാമിലിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യാം. ഇത് നമ്മൾ ബാക്ക് പാർട്ടാണ്. ഇങ്ങനെ വേണം നമുക്ക് ഫാബ്രിക്കിൽ കട്ട് ചെയ്ത് എടുക്കാൻ. ഇനി നമുക്കിതിനെ 2 പീസാക്കി മാറ്റാം. പാറ്റേൺ അല്ലേ നമ്മൾ കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിന് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 2 ആയിട്ട് മാറ്റിയെടുക്കാം. എന്നിട്ട് ബാക്ക് പാർട്ടിൽ വരുന്ന കറക്ഷൻ ചെയ്യാം. നമ്മൾ സൈഡിൽ 3 ഇഞ്ച് കൊടുത്തിട്ടുണ്ടല്ലോ, നമുക്ക് അത്ര ആവശ്യമില്ല. അതുകൊണ്ട് നമുക്കിനി കറക്റ്റ് ഫാബ്രിക്കിൽ എത്രയാണ് കട്ട് ചെയ്യേണ്ടത് അത് നമുക്ക് ഇതിൻ്റെ അകത്ത് റെഡിയാക്കി എടുക്കാം.
ഇത് നമ്മളിപ്പോൾ എന്ത് ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരാളെ ബോഡി ഷേപ്പാണ് നമ്മൾ വരച്ചെടുത്തിരിക്കുന്നത് പാറ്റേൺ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയാണ് പാറ്റേൺ നമുക്ക് അതിൻ്റെ അകത്ത് റെഡിയാക്കി എടുക്കാനുള്ളത്. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് കാണാൻ വേണ്ടി നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടാം. പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് വിസിറ്റ് ചെയ്യാം. പല്ലവി ആൻഡ് വ്ലോഗ് എന്നാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനൽ. അപ്പോൾ ഇത് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു പീസ് ഫ്രണ്ട് പാർട്ടിൽ നിന്ന് എഴുതിയത് മാറ്റി വയ്ക്കുകയാണ്. രണ്ടായിട്ട് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്ത് എടുത്തു പാറ്റേൺ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിനെ മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിൽ ഒരു ചെറിയ കറക്ഷൻ വരുത്തുന്നുണ്ട്, അതൊന്ന് നോക്കാം. പേപ്പർ ആയതുകൊണ്ട് കാണാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ വോയിസ് മെസ്സേജ് ഇടാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആക്യുറേറ്റ് ചെസ്റ്റ് എത്രയാണ് അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഇവിടെ കൊടുക്കുക. അപ്പോൾ 34, 36 ആണെന്നുണ്ടെങ്കിൽ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് എത്രയാണ് കിട്ടുന്നത് അത് കൊടുക്കാം. 2 ഇഞ്ച് സൈഡിൽ സീം കൊടുക്കുകയാണ് ഫ്യൂച്ചറിൽ നമുക്ക് ലൂസ് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ വെസ്റ്റ് ലൈൻ വന്നിട്ട് 28 ഇഞ്ചാണ്. അതിന് നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നിങ്ങളത് എത്രയാണ് അത് ഇവിടെ മാർക്ക് ചെയ്യുക, 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ ബാക്കിലത്തെ ഡാർട്ടിന് വേണ്ടിയിട്ട് 1 ഇഞ്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഓൾറെഡി. ആ 1 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യണേ. എന്നിട്ട് മുകളിൽ കൊടുത്തല്ലോ ഇവിടെ 2 ഇഞ്ച് ലൂസ് ടൈറ്റ് ചെയ്യാം ഫ്യൂച്ചറിൽ, അത് ഇവിടെയും കൊടുക്കുകയാണ്. അപ്പോൾ ഈ എക്സ്ട്രാ വരുന്ന ഫാബ്രിക് നമുക്ക് ബാക്ക് പാർട്ടിൽ ആവശ്യമില്ല. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാമേ. അത് നമ്മൾ ഫ്രണ്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കരുതിയതാണ്. അപ്പോൾ നമുക്ക് ഈ ബാക്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. വെറുതെ നമ്മൾ മെയിൻ ഫാബ്രിക് എന്തിനാണ് വേസ്റ്റ് ആക്കുന്നത്. ഇനി എവിടെയാണ് നമ്മൾ എക്സ്ട്രാ 2 ഇഞ്ച് വിട്ടിന് അവിടെ വരെ ഇതിനെ ഫോൾഡ് ചെയ്താൽ നമ്മൾ സെൻറ്റർ കണ്ടെത്താൻ പറ്റും. ഇതാണ് നമ്മുടെ ഡാട്ട് പോയിൻറ്റ്, കറക്റ്റ് ബാക്കിൻ്റെ ഡാട്ട് പോയിൻറ്റ്. എവിടെ എത്രയാണ് സീം വിട്ടിരിക്കുന്നത്, സൈഡിൽ നമ്മൾ 2 ഇഞ്ച് വിട്ടില്ലേ ഫ്യൂച്ചറിൽ ലൂസ് ടൈറ്റ് ചെയ്യാൻ, അവിടെ വരെ ഇതിനെ ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയാൽ നമുക്കിതുപോലെ കറക്റ്റ് കിട്ടിക്കോളും. 2 സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുക, 1/2 ഇഞ്ച്, 1 ഇഞ്ച് വിട്ടല്ലോ, അതിനെ 2 സൈഡിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് 1/2 ഇഞ്ച് വീതമായിട്ട് കൊടുക്കാം. ഇങ്ങനെ വേണം ബാക്ക് ഡാട്ട് പിടിക്കാൻ. ഇനി നിങ്ങൾ ബാക്ക് ഓപ്പൺ തയ്ക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ ഫോൾഡഡ് ഭാഗം വന്നല്ലോ, ഇത് നമ്മൾ എക്സ്ട്രാ ഫാബ്രിക്കാണ് ഫ്യൂച്ചറിൽ ലൂസ് ടൈറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഇത് ബാക്ക് പാർട്ടിൽ നമുക്ക് ബാക്കിൽ ഓപ്പൺ കൊടുക്കുന്നുണ്ടെങ്കിൽ ബാക്ക് സൈഡിൽ നമ്മൾ ഫോൾഡഡ് സൈഡ് ഉണ്ടല്ലോ, എവിടെയാണ് ഓപ്പൺ ചെയ്യുന്നത് അവിടെ 4 ഇഞ്ചും കൂടെ എക്സ്ട്രാ വേണം നിങ്ങൾ ഫാബ്രിക് കട്ട് ചെയ്യുമ്പോൾ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇവിടെ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുകയാണ് 1/2 ഇഞ്ച്. ആദ്യം നമ്മൾ കൊടുത്തിട്ടുണ്ട്, അത് കട്ട് ചെയ്തുമ്പോൾ അനീവൻ ആയതാണ് കേട്ടോ, അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടത് നോക്കാം. വളരെ ഈസിയാണ്, ഇതുപോലെ പാറ്റേൺ കട്ട് ചെയ്ത് നോക്കിക്കോളൂ. നല്ല അടിപൊളിയായിട്ട് ഞാൻ ഇട്ട പോലത്തെ തന്നെ പ്രിൻസസ് കട്ട് നിങ്ങൾക്ക് ഇടാൻ പറ്റും. ബാക്കി എത്രയാണ് നെക്ക് ഡെപ്ത് കൊടുത്തിരിക്കുന്നത് അത്ര തന്നെയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഫ്രണ്ടിലും. നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ ബാക്കും ഫ്രണ്ട് നമുക്ക് വേരിയേഷൻ ചെയ്യാവുന്നതാണ്. ബാക്കിൽ കുറച്ചും ഫ്രണ്ടിൽ കൂടുതൽ നെക്ക് കൊടുക്കാം. ബ്ലൗസിൽ എപ്പം ഫ്രണ്ടിൽ കൂടുതൽ നെക്ക് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര കൺജസ്റ്റഡ് ആയിരിക്കും, അപ്പോൾ ഒരു ടൈറ്റായി വരുന്ന പോലെയൊക്കെ തോന്നും. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ടിൽ നെക്ക് ഡെപ്ത് 6 ഇഞ്ച് 7 ഇഞ്ച് ഇതിൽ കൊടുക്കണം. അപ്പം ഞാൻ ഇത്ര ബാക്കിൽ എത്ര കൊടുത്തിനോ അത്ര തന്നെ ഫ്രണ്ടിൽ കൊടുക്കുകയാണ്. ഒരു പ്രിൻസസ് കട്ട് ചെയ്യുമ്പം ബോട്ട് നെക്ക് ടൈപ്പിലാണ് ഞാൻ, ബോട്ട് നെക്ക് കാറ്റഗറിയിലത്തെ ഒരു നെക്കാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എനിക്ക് ബോട്ട് നെക്ക് അത്ര ഇഷ്ടമല്ല, അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെട്ടി ഇതുപോലെ 5.5 ഇഞ്ചൊക്കെ കൊടുത്താൽ നല്ല ലുക്കായിരിക്കും, കിട്ടുന്ന ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് വരും ബ്ലൗസിന്. ഇനി നമ്മൾ ഏറ്റവും വില്ലനായിട്ട് വരുന്നത് പ്രിൻസസ് കട്ടിൽ അപ്പെക്സ് പോയിൻ്റ് ആണ്. അപ്പെക്സ് പോയിൻ്റ് എത്ര കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഒരു 34 ഇഞ്ചസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 9 ഇഞ്ച് കൊടുത്തോളും. 34 കഴിഞ്ഞിട്ടുള്ള 40 വരെ സൈസ് ആണെന്നുണ്ടെങ്കിൽ 10 ഇഞ്ച് കൊടുക്കാം. 40ൻ്റെ മുകളിലോട്ടാണെന്നുണ്ടെങ്കിൽ 10.5 ഇഞ്ച് കൊടുക്കാം. ഈ 3 അളവ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അപ്പെക്സ് പോയിൻറ്റിൻ്റെ അളവാണ്. അത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതേപോലെ കൊടുക്കാം. മുകളിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 4 ഇഞ്ച് ഷോൾഡർ അറ്റാച്ച് ചെയ്യാനുള്ളത് ഇവിടെ കൊടുത്തേക്കണം കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ടുള്ള അളവാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്, അതേപോലെ അളന്നെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ബോഡിയിൽ നിന്ന് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ അളന്നെടുക്കാം. സൈഡിൽ നിന്ന് അങ്ങോട്ട് ഞാൻ കൊടുക്കണമെന്ന് വെച്ചാൽ 3.75 ഇഞ്ചസ് ആണ് ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫ്രണ്ട് ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മൾ സ്ട്രിപ്പ് വയ്ക്കാനുള്ള 4 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 4 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. ഓക്കെ, താഴെ അതുപോലെ തന്നെ മാർക്ക് ചെയ്യണേ, അത്ര തന്നെ മാർക്ക് ചെയ്യാണ്. താഴോട്ട് സ്ട്രെയിറ്റ് ലൈനാക്കി വരയ്ക്കാം. അപ്പെക്സ് പോയിൻറ്റിൻ്റെ അവിടെ നിന്ന് നേരെ സ്ട്രെയിറ്റ് ലൈനാണ് ആക്കി വരച്ചിരിക്കുന്നത്. ഇനി ശ്രദ്ധിച്ച് കാണുക. ഇനി നമുക്ക് എത്രയാണ് നമ്മൾ പ്രിൻസസ് കട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്, എത്രയാണ് ഇത് ക്രിയേറ്റ് ചെയ്യേണ്ടത് അത്ര ഇവിടെ മാർക്ക് ചെയ്യാം. ഞാൻ 1.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇവിടെ 1.5 ഇഞ്ചിൽ ഒരു മാർക്ക് കൊടുത്തു ഇവിടെ. അപ്പം എത്രയാണ് പഫ് അതിനനുസരിച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് മുകളിലോട്ട് ഇതുപോലെ ഒരു 2.5 ഇഞ്ച് വരെ ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് ഇട്ടിരിക്കുകയാണ് മുകളിലോട്ട് സ്ട്രെയിറ്റ്. എന്നിട്ട് എവിടെയാണ് നമ്മൾ ഈ കോർണർ ഇതുപോലെ ടച്ച് ചെയ്യുന്ന അവിടെ നിന്ന് 1 ഇഞ്ച് മുകളിലോട്ട് ഇവിടെ 1 ഇഞ്ചാണ് ഇത്, 1 ഇഞ്ച് മുകളിലോട്ട് ഇവിടെ മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതിനെ നമുക്ക് സിമ്പിളായിട്ട് ഇതുപോലെ കണക്ട് ചെയ്ത് കൊടുക്കാം. ആദ്യം താഴെ നമ്മൾ 2 ഇഞ്ച് സ്ട്രെയിറ്റ് വരച്ചിട്ടുണ്ടായിരുന്നു, അവിടെയും നമ്മൾ വിട്ടിരിക്കുന്ന 1.5 ഇഞ്ച് കറക്റ്റ് മാർക്ക് ചെയ്തിട്ട് അവിടെ ബോക്സ് പോലെ വരച്ചെടുക്കാം. എന്നിട്ട് വേണം നമ്മളത് ഡ്രോ ചെയ്തെടുക്കാൻ. ഞാൻ ഡ്രോ ചെയ്ത പോലെ തന്നെ ഡ്രോ ചെയ്തെടുക്കാം. നല്ല നീറ്റായിട്ട് നല്ല പഫ് നമുക്ക് ബ്ലൗസിൽ ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ബ്ലൗസിൽ എപ്പോൾ നമുക്ക് പ്രിൻസസ് കട്ട് തയ്ക്കുമ്പോൾ ചപ്പി പോകണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് വരാണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ കറക്റ്റ് ഇതുപോലെ ഡ്രോ ചെയ്തെടുക്കാം.
ഈ ഇവിടെയും കൂടെ ഒരു 1/4 ഇഞ്ച് ഒന്ന് കട്ട് ചെയ്ത് കളയണം. ഇവിടെ ഈ സൈഡിലാണ് കേട്ടോ, ഇവിടെ ഇതുപോലെ. ബാക്കി ഇതുപോലെ ഡ്രോ ചെയ്ത് എടുത്തോളൂ. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പ്രിൻസസ് കട്ട് തയ്ക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം. എങ്ങനെയുണ്ട് വീഡിയോ? എന്തെങ്കിലും വേറെ വീഡിയോസ് വേണോ? വീഡിയോയെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ മറക്കരുത് ഫ്രണ്ട്സ്. നിങ്ങൾ മെസ്സേജ് ഇടുമ്പോഴല്ലേ എനിക്ക് അറിയാൻ പറ്റുന്ന വീഡിയോ കൊള്ളാമോ, എങ്ങനെയാണെന്ന്, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ. ഓക്കെ, അപ്പം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ. കണ്ടോ, ഇതുപോലെ ഒരു ലേഡി നിൽക്കുന്ന പോലെ നമുക്ക് തോന്നണം. അതാണ് അതിൻ്റെ പ്രിൻസസ് കട്ടിൻ്റെ ട്രിക്ക്. സൈഡിൽ നിന്ന് നമുക്ക് എങ്ങനെ തോന്നും ഒരാൾ നിൽക്കുന്നുണ്ടെങ്കിൽ ബ്ലൗസൊക്കെ ഇട്ടിട്ട്, അതുപോലെ നമുക്ക് ആ വരച്ച ഡ്രോയിങ് കാണണം. എന്നാലേ നമുക്കത് പഫ് നല്ല ഇതുപോലത്തെ പഫ് കിട്ടുള്ളൂ. ഇത് അതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഫാബ്രിക്കിൽ കട്ട് ചെയ്യുമ്പോൾ 2 സൈഡിലും നമുക്ക് സീം വിടണം. ഈ സൈഡിൽ നമുക്ക് സീം ഇവിടെ, അത് ഞാൻ പറഞ്ഞ പോലെ 1/4 ഇഞ്ച് ഒരു ചെറിയ പൊടിക്ക് ഇവിടെയും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കളയണം. കണ്ടോ, ഈ പഫ് കാണോ എങ്ങനെയാണെന്ന്? ഒരു ഡ്രോയിങ് ഒക്കെ വരയ്ക്കുമ്പോൾ ഒരാളിങ്ങനെ സൈഡിൽ നിന്ന് നിൽക്കുമ്പോൾ എങ്ങനെ തോന്നും, അതുപോലെ തന്നെ നമുക്കത് തോന്നണം. അതാണ് പ്രിൻസസ് കട്ടിൻ്റെ ട്രിക്ക്. ഇതിൻ്റെ സെൻറ്റർ അപ്പെക്സ് പോയിൻ്റ് ഇവിടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. തയ്ക്കുമ്പോൾ അപ്പെക്സ് പോയിൻ്റ് കറക്റ്റ് വരുമ്പോൾ അവിടെ നീഡിൽ ഇറക്കിയിട്ട് തിരിച്ച് ഫാബ്രിക് വെച്ച് തയ്ക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ പഫ് ചെപ്പിപ്പോവും. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞിരിക്കുന്ന എല്ലാ ടിപ്സും ശ്രദ്ധിച്ച് ബ്ലൗസ് തയ്ച്ച് നോക്കിക്കോളൂ. ഞാൻ ഇന്ന് ഇട്ട് കാണിച്ച പോലത്തെ തന്നെ ബ്ലൗസ് നിങ്ങൾക്കും തയ്ക്കാൻ പറ്റും.